ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞത്, അവിടെ ഇപ്പം പരിഹാരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും പറഞ്ഞത്, ഇതിനാണോ സർജറി, ഇതിനാണോ അനസ്തേഷ്യ കൊടുത്തതെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായി തന്നെ ഉണങ്ങാവുന്ന ഒരു മുറിവായിരുന്നു. ഈ മുറിവ് കുട്ടി മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഞാൻ കണ്ടപ്പോൾ ആ മുറിവ് ഉണങ്ങി. ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത ഡോക്ടർ സാറിനോട് ചോദിക്കാം. പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാണ് ഇവിടുന്ന് അതിൻ്റെ എമൗണ്ടും പറഞ്ഞിരുന്നു. അത് കുട്ടിയെ കാണുന്നതിന് മുമ്പേ ഇവിടുന്ന് വാട്സപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളി ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് ഒരു തീരുമാനം. ഉറപ്പ് പറഞ്ഞത് ഈ 3 ഡോക്ടർമാർക്കെതിരെയും അവർ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും അവർ കൊടുക്കില്ല, പുറത്താക്കുമെന്നുള്ള നടപടികളെ കുറിച്ച് പറയാൻ അവരായിട്ടില്ല. അവർ പറയുന്നത് അന്വേഷണം നടത്താമെന്നും ഡിവൈഎസ്പി സാറും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഈ 3 ഡോക്ടർമാരുടെയും പ്രതിയേർത്ത് അവരെ 3 ഡോക്ടർമാരെയും ഇതുവരെ അവിടെ കിട്ടിയിട്ടില്ല. അവർ ഇപ്പോൾ വിളിച്ച് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ പൊതുവായ ഒരു ആവശ്യം ഒരു പ്രത്യേകിച്ച് ഒരു കോമ്പൻസേഷൻ അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് പങ്കെടുത്തത്. തീരെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. അവിടെ 3 ഡോക്ടർമാരുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടു. അവരിപ്പോൾ പറഞ്ഞത് അവിടെ അതിന് കാരണക്കാരായ 3 ഡോക്ടർമാരോട്, ആ ഡോക്ടർമാരുടെ പേരിൽ ഡിവൈഎസ്പി സാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മേൽ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേരിൽ കേസെടുക്കാമെന്നും ബാക്കിയുള്ള തീരുമാനം അതിനെന്താണെന്ന് ഇവിടുന്ന് വേണ്ടതെന്ന് വെച്ചാൽ അവർ നമുക്ക് ഒരു വാക്കാൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നമ്മളിവിടെ വന്നതും ചർച്ചയ്ക്ക് വന്നതും വേറെ ഒന്നുമല്ല. നമ്മൾ ഇങ്ങനെയൊരു അവസ്ഥ ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അവർ ഏതെങ്കിലും ഡോക്ടേഴ്സ് തീരുമാനിക്കണം. ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ട് മാത്രമേ ഇങ്ങനൊരു ചികിത്സയിലേക്ക് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടതും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് സാറിനോട് ആവശ്യപ്പെട്ടു. മാനേജ്മെൻറ്റിന് അടക്കം അവിടെ ഇല്ല, അതിന് ഉത്തരവാദികളായ 3 ഡോക്ടേഴ്സിനെ എല്ലാവരെയും നമ്മൾ ആദ്യം പ്രതി ചേർത്തത്. ഇതിൽ ഇന്നോടെ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ മാത്രമാണ് പ്രതി ചേർത്തത്. അതല്ല, അവിടെ ഉണ്ടായിരുന്ന പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആശ നിർമ്മൽ, അതിന് കാരണക്കാരായ അതിന് ഇൻസിസ്റ്റ് ചെയ്ത ഡോക്ടർ ആരതി അന്തർജനം, ഈ 3 ഡോക്ടേഴ്സിനെയും പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. ബിക്കോസ് അവരുടെ തീരുമാനപ്രകാരമാണ് ഒരു കുട്ടീനെ അനസ്തേഷ്യ ചെയ്യണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം വരുന്നത്. അപ്പം നിർബന്ധമായിട്ടും മാനേജ്മെൻറ്റും ഈ 3 ഡോക്ടർമാരോടും പ്രതികരണം ചെയ്യണം നിർബന്ധമായി. നിസ്സാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞത്, അവിടെ ഇപ്പം പരിഹാരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും പറഞ്ഞത്, ഇതിനാണോ സർജറി, ഇതിനാണോ അനസ്തേഷ്യ കൊടുത്തതെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായി തന്നെ ഉണങ്ങാവുന്ന ഒരു മുറിവായിരുന്നു. ഈ മുറിവ് കുട്ടി മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഞാൻ കണ്ടപ്പോൾ ആ മുറിവ് ഉണങ്ങി. ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത ഡോക്ടർ സാറിനോട് ചോദിക്കാം. പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാണ് ഇവിടുന്ന് അതിൻ്റെ എമൗണ്ടും പറഞ്ഞിരുന്നു. അത് കുട്ടിയെ കാണുന്നതിന് മുമ്പേ ഇവിടുന്ന് വാട്സപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളി ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് ഒരു തീരുമാനം. ഉറപ്പ് പറഞ്ഞത് ഈ 3 ഡോക്ടർമാർക്കെതിരെയും അവർ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും അവർ കൊടുക്കില്ല, പുറത്താക്കുമെന്നുള്ള നടപടികളെ കുറിച്ച് പറയാൻ അവരായിട്ടില്ല. അവർ പറയുന്നത് അന്വേഷണം നടത്താമെന്നും ഡിവൈഎസ്പി സാറും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഈ 3 ഡോക്ടർമാരുടെയും പ്രതിയേർത്ത് അവരെ 3 ഡോക്ടർമാരെയും ഇതുവരെ അവിടെ കിട്ടിയിട്ടില്ല. അവർ ഇപ്പോൾ വിളിച്ച് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് ഇവർ പറയുന്നത്.